ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്തുണ്ട് മച്ചാൻ ഒരു വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഗൈസ് ചത്ത പച്ച കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചത് ഒരൊറ്റ പേര്, മമ്മൂക്ക. സീരിയസ്ലി, കാരണം ഞാൻ അന്ന് ആ ട്രെയിലർ ഇറങ്ങിയ സമയത്തും ഞാൻ പറഞ്ഞായിരുന്നു എന്തോ ഈ ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നതിനകത്ത് വാൾട്ടർ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാത്തിലും അതിനകത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനെ വെച്ച് അവർ ജസ്റ്റ് ഒരു ഇതിറക്കി. അതിനകത്തെല്ലാം നമുക്ക് മനസ്സിലായി മമ്മൂക്ക എന്നാണ്. അപ്പം ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗ് അടിച്ചു. അതായത് എന്താ പറയുന്ന പിള്ളേർ സംഭവം കൊള്ളാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, പിന്നെ റോഷൻ മാത്യു, വിശാഖ് നായർ. ഈ 3 പേരും കിടുക്കാച്ചേട്ടാ അഭിനയിച്ചേട്ടാ. ഒന്നിനും മെച്ചം. പിന്നെ സിനിമോട്ടോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, പുള്ളിയും അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ സ്റ്റോറി ബൈ അദ്വൈത് നായർ, അടിപൊളി മച്ചാനെ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തത് ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വാൾട്ടർ സെക്കൻഡ് ഹാഫ് അങ്ങ് ഇറക്കി വിട്ടവർ മച്ചാനെ. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് തുടങ്ങി എനിക്ക് കുറച്ച് ലാഗ് അടിച്ചെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം ഇവരുടെ കുറച്ച് പരിപാടി സംഭവങ്ങളെല്ലാം ഉണ്ട്. ആ പരിപാടി അങ്ങ് അതായത് എന്തുവാ, ഇവര് ഒരു പണിയുണ്ട്, ആ പണി കാര്യങ്ങളെല്ലാം പിന്നെ ഇവരുടെ ആഗ്രഹം ഇത് കണക്ക് നമ്മുടെ എന്താ പറയുന്ന ഗാട്ട ഗുസ്തി എന്നുള്ളൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവര് തുടങ്ങുന്നത്. അത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതും പിന്നെ കഥ, അത് എന്താണ് കഥയിലേക്ക് കയറുന്നതും എല്ലാം പെട്ടെന്നാണ്. അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എന്തോ പറയുന്ന അവരുടേതായിട്ടുള്ള അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. ഈ 3 പേര്, അതായത് അർജുൻ അശോകൻ, പിന്നെ റോഷൻ മാത്യു, പിന്നെ നമ്മുടെ മറ്റേ മാർക്കോയിൽ മറ്റേ കണ്ണ് കാണാത്തവനുണ്ടല്ലോ, 3 പേരും കിടുക്കാച്ച് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ WW നാടൻ തല്ലി. അത് സംഭവം ഒരു രക്ഷയില്ലായിരുന്നു. അത് എടുത്ത് വെച്ചിരിക്കുന്നതും നല്ല കിടുക്കാച്ചായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിം ആണെങ്കിലും അതുപോലെ തന്നെ എന്തോ പറയുന്ന ഓരോ ഫൈറ്റ്, അവര് ആ ഇടിക്കുന്ന ആ ഒരു ആംഗിളിൽ ക്യാമറ പോണത് എല്ലാം വേറെ ലെവല്. പിന്നെ നമ്മുടെ ഒരു മച്ചാനെ കൊണ്ടുണ്ട്, മച്ചാന്റെ പേര് വിശാഖ് നായർ. പുള്ളി സത്യം പറഞ്ഞാൽ പൂക്കിയായിട്ട് അങ്ങ് അഭിനയിക്കുമായിരുന്നു കേട്ടാ. അഭിനയിക്കല്ല, ജീവിക്കുമായിരുന്നു. കാരണം പുള്ളിക്ക് കൊടുത്തൊരു റോളുണ്ട്, അത് പുള്ളി വൃത്തിയായിട്ടത് ചെയ്ത്. ആനന്ദം സിനിമയോട്ട് പുള്ളിനെ കാണാൻ തുടങ്ങിയ, പക്ഷെ ഈ സിനിമയിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ആക്ടിങ് എന്നൊക്കെ പറയുന്നത് പക്കാ നാച്ചുറൽ. കാരണം തമ്മി തല്ലിക്കാനാണെങ്കിലും പിന്നെ ലാസ്റ്റ് പുള്ളിയുടെ ലാസ്റ്റത്തെ എൻ്റെ പൊന്നു, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റത്തേക്കാണ് സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് അതിനകത്ത് ക്ലൈമാക്സ് നമ്മുടെ ഇക്കടെ വരവുണ്ട് കാര്യം. ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് മമ്മൂക്കനെ കാണിക്കുന്നത്. നമ്മൾ എന്തുവാ, മമ്മൂക്കയുടെ ലുക്ക് തന്നെ ഒരു എന്താ പറയുന്നത് വിന്റേജ് സാധനം. പിന്നെ മച്ചാൻ എന്താ പറയുന്ന ഒരു കൊച്ചി സ്ലാങ്ങും വെച്ച് അങ്ങ് ഇറങ്ങി അഴിഞ്ഞാടുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ സാധനം എല്ലാം ഇതിനകത്തുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി എന്ന് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ WWE നാടൻ തല്ല് അത് തന്നെ സംഭവം. അത് അവരുടെ രീതിയിൽ ഇങ്ങനെ ഇറക്കുന്നു, എന്തോ നാട്ടിൽ ഇച്ചിരി പ്രശംസി കാര്യങ്ങളും എല്ലാ സംഭവത്തിനും വേണ്ടി അവർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും അവർ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക്, ഹാർഡ് വർക്ക് എല്ലാം ബ്രോ പൊളിച്ച് കേട്ടാ. എനിക്ക് എന്തായാലും പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. വാൾട്ടർ എന്നുള്ള കഥാപാത്രം, ബുള്ളറ്റ് വാൾട്ടർ, പുള്ളീനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് കയറി ടിക്കറ്റ് എടുത്തോ, ഒന്നും നോക്കാനില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം വരാം.